ഹായ് എവ്രി വൺ, ഞാൻ ഡോക്ടർ ജാസ്മിൻ, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജാസ്മിൻ ഹോമിയോപ്പതി ക്ലിനിക്. സ്ത്രീകളിൽ സാധാരണയായി തലമുടി കോതിക്കഴിയുമ്പോൾ ആ ചീർപ്പിൽ നിറയെ മുടി വരിക, അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പില്ലോയിൽ നിറയെ മുടി ഉണ്ടാവുക, അല്ല സെൻട്രൽ പാർട്ടീഷൻ എടുക്കുന്ന ഭാഗം അത് ഭയങ്കര വൈഡൻഡ് ആയി വരിക, ക്രൗൺ ഭാഗത്തുള്ള മുടി ഭയങ്കര നേർത്തതാകുക. ഇതിനെയാണ് നമ്മൾ ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ് എന്ന് പറയുന്നത്. ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ് മെയിൽ പാറ്റേൺ ബാൾഡ്നെസിന്റെ കൗണ്ടർ പാർട്ടാണ്. അതായത് പുരുഷന്മാരിൽ കഷണ്ടി ഉണ്ടാകുന്നത് നെറ്റികേറിയും അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള മുടി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുമാണ്. എന്നാൽ സ്ത്രീകളിൽ ഒരിക്കലും കഷണ്ടി അല്ലെങ്കിൽ മുഴുവൻ മുടി നഷ്ടപ്പെടില്ല. പകരം അവരുടെ പാർട്ടീഷൻ വൈഡൻഡ് ആവുകയും അവിടെയുള്ള മുടി നേർത്തതാവുകയും നമുക്ക് സ്കാൽപ്പ് വിസിബിൾ ആവുകയും ചെയ്യുന്നു. ഈ ടൈപ്പ് ഓഫ് ബാൾഡ്നെസ്സിനെയാണ് നമ്മൾ ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ് എന്ന് പറയുന്നത്. ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ് മെജോറിറ്റി ഓഫ് ദ ആൾക്കാരിലും ഒരു മെനോപോസിന് ശേഷം അല്ലെങ്കിൽ ഒരു 50 years ഓഫ് ഏജ് ഗ്രൂപ്പിന് ശേഷമാണ് കണ്ടുവരുന്നത്. എന്നാൽ കുറച്ചു പേരിലെങ്കിലും അതൊരു ഏർലി 20s-നും 30s-നും എല്ലാം അതിന്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ജെനറ്റിക്സ് അല്ലെങ്കിൽ പാരമ്പര്യം. നമ്മുടെ പാരന്റ്സിനോ ഗ്രാൻഡ് പാരന്റ്സിനോ ആർക്കെങ്കിലും ഈ പാറ്റേൺ ഓഫ് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രസന്റ് ചെയ്യാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. രണ്ടാമത്തേതാണ് നമ്മൾ പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ്. മെനോപോസൽ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഈസ്ട്രജൻ ഡ്രോപ്പ് ഇതിനൊരു കാരണമാകുന്നു. മൂന്നാമത്തേത് എക്സസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ, അതായത് മെയിൽ ഹോർമോൺസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഈ ടൈപ്പ് ഓഫ് ഹെയർ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ചില മെഡിക്കൽ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഉണ്ടാകാം. അതായത് PCOD, തൈറോയിഡ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ മറ്റു ചില അസുഖങ്ങൾക്ക് ചില മരുന്ന് കഴിക്കുമ്പോൾ മെന്റൽ സ്ട്രെസ്, ഇതെല്ലാം ഈ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് നമുക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ് അതൊരു പ്രോഗ്രസിംഗ് ഡിസോർഡർ ആണ്. അതായത് ഒരു ഹെയർ ഫോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പ്രോഗ്രസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്കാൽപ്പിലെ മുടി മൊത്തം തിന്നായി അവിടെ വിസിബിൾ ആവുന്നത് വരെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഹെയർ ഫോൾ ഉള്ള ഒരാൾക്ക് നമ്മൾ ചെയ്യുന്നത്? ഒന്നാമത്തേത് സ്കാൽപ്പ് എക്സാമിനേഷൻ ആണ്. സ്കാൽപ്പിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ ഇറിറ്റേഷൻസോ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ സ്കാൽപ്പിൽ റെഡ്നസ്, ഡാൻഡ്രഫ് ഇതെന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തേതാണ് നമ്മൾ സ്കാൽപ്പിന്റെ ഇമേജിംഗ് ടെക്നിക്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്കാൽപ്പിലെ ഹെയർ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൽപ്പ് ഇമേജിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേത് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അതാണ് നമ്മുടെ തൈറോയിഡ് ലെവൽ നോക്കുക, ഹീമോഗ്ലോബിൻ നോക്കുക, ഹോർമോണൽ ലെവൽസ് അസസ് ചെയ്യുക. ഫീമെയിൽ പാറ്റേൺ ബാൾഡ്നെസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത് ടു ഹാർഷ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, അതായത് കളറിംഗ്, സ്ട്രെയിറ്റനിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഷാംപൂ ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അധികം ടു ഓവർ വാഷ് ചെയ്യാണ്ടിരിക്കുക. അതായത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം ഷാംപൂ ചെയ്യുക തല. ഹെയർ സ്റ്റൈൽസ് ഭയങ്കരമായിട്ട് പുള്ള് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ, മുടി വലിച്ചു കെട്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. പോണി ടെയിൽ